എന്റെ മറുപടി കേട്ടതും ജനറൽ സ്റ്റാഫ് പൊട്ടിച്ചിരിക്കുവാൻ തുടങ്ങി. താങ്കളെപ്പോലെ ആധുനിക കാലത്ത് ജീവിക്കുന്ന ഒരാൾ, താങ്കളെപ്പോലെ വിദ്യാഭ്യാസ സമ്പന്നനായ ഒരാൾ, അമേരിക്കക്കാരൻ എന്നും പറഞ്ഞാണ് അദ്ദേഹം ചിരിച്ചുകൊണ്ടിരുന്നത്. താങ്കളെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ലിമൂസിൻ കാറിൽ ഒരു മൂക്കിപ്പൊടി ഡബ്ബി കാണുമ്പോൾ എന്താണ് തോന്നുന്നത് അതാണ്. ഇതിൽ നിന്നും എനിക്ക് ഉറപ്പാണ്, താങ്കൾക്ക് ഉറപ്പായും ധാർമ്മിക ഉത്തരവാദിത്തത്തോടു കൂടിയ പൂർവികർ ഉണ്ടായിരിക്കണം. അതുകൊണ്ടായിരിക്കണം താങ്കൾ ഇങ്ങനെ സംസാരിക്കുന്നത്. ഉറപ്പായും എനിക്കൊപ്പം നിങ്ങൾ നായാട്ടിന് വരുമ്പോൾ നിങ്ങളുടെ ഈ തെറ്റിദ്ധാരണകളെല്ലാം മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. താങ്കൾക്ക് വേണ്ടി അത്യധികം ആവേശം നൽകുന്ന ഒരു നായാട്ട് കാത്തിരിക്കുന്നുണ്ട് മിസ്റ്റർ റെയിൻഫോർഡ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനൊരു നായാട്ടുകാരനാണ് ജനറൽ, അല്ലാതെ ഒരു കൊലകാരനൊന്നുമല്ല. വീണ്ടും എന്നെ അസ്വസ്ഥമാക്കുന്ന രീതിയിൽ ജനറൽ സംസാരിക്കുവാൻ തുടങ്ങി. താങ്കളുടെ മനസാക്ഷി കുത്തിനെ വെറും അടിസ്ഥാനരഹിതമാണെന്ന് എനിക്ക് കാണിച്ചു തരുവാൻ കഴിയും. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെ? ജനറൽ പറഞ്ഞു, ജീവിതം ശക്തർക്കുള്ളതാണ്. ശക്തർക്ക് ജീവിക്കാൻ വേണ്ടി അശക്തരെ ജീവൻ എടുക്കുവാൻ വേണ്ടിയും നിർമ്മിച്ചിരിക്കുന്നവയാണ്. അശക്തരെ ഇവിടെ ജനിപ്പിച്ചിരിക്കുന്നത് തന്നെ ശക്തർക്ക് സന്തോഷമേകുവാൻ വേണ്ടിയാണ്. ഞാനൊരു ശക്തനാണ്. എന്തുകൊണ്ട് എനിക്കെൻ്റെ വരദാനം ഉപയോഗിച്ചുകൂടാ? ഞാൻ വേട്ടയാടുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ എന്തുകൊണ്ട് അതെനിക്ക് ചെയ്തുകൂടാ? ഞാൻ ഭൂമിയുടെ അഴുക്കാണ് വേട്ടയാടുന്നത്. അലഞ്ഞു തിരിയുന്ന കപ്പലിലെ നാവികർ, ഭൃത്യർ, കറുത്തവർ, ചൈനക്കാർ, വെള്ളക്കാർ, സങ്കരജാതിക്കാർ, കലർപ്പില്ലാത്ത വേട്ടപ്പട്ടിയോ ഒരു കുതിരയോ അത്തരം 20 പേരെക്കാൾ മൂല്യമുള്ളവയാണ്. ഇത് കേട്ടിട്ട് എനിക്ക് സഹിച്ചില്ല. ഞാൻ പറഞ്ഞു, പക്ഷേ അവർ മനുഷ്യരാണ് ജനറൽ. നിങ്ങൾ പറഞ്ഞത് ശരിയാണ് റെയിൻഫോർഡ്, അവർ മനുഷ്യരാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവരെ ഉപയോഗിക്കുന്നത്. അതെനിക്ക് ആനന്ദം നൽകുന്നു. അവർക്ക് യുക്തി വിചാരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഏറ്റവും വലിയ അപകടകാരികളുമാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾക്ക് എവിടെ നിന്നുമാണ് അവരെ ലഭിക്കുക? ജനറലിന്റെ ഒരു കണ്ണ് ചിമ്മി. നിങ്ങൾക്കറിയാമോ, ഈ സ്ഥലം അറിയപ്പെടുന്നത് കപ്പൽക്കെണി എന്നാണ്. ചിലപ്പോൾ പുറംകടലിലെ കോപാകുലനായി നിൽക്കുന്ന ദൈവം ഒരുപക്ഷെ അവരെ എൻ്റെ അരികിലേക്ക് അയക്കും. ഒരു പക്ഷേ ദൈവത്തിനത്രയും ദയയില്ലാത്തപ്പോൾ ഞാൻ ചില സമയങ്ങളിൽ ദൈവത്തിനെ ഒന്ന് സഹായിക്കും. നിങ്ങൾ എൻ്റെ ഒപ്പം ആ ജനാലയ്ക്ക് അരികിലേക്ക് വരൂ, കാട്ടിത്തരാം. ഞാൻ പതിയെ അദ്ദേഹത്തിൻ്റെ കൂടെ ജനാലയുടെ അരികിലേക്ക് പോയി. ജനാലയ്ക്ക് പുറത്തുകൂടി കടലിനെ നോക്കിക്കണ്ടു. അദ്ദേഹം വിശാലമായി കിടക്കുന്ന കടലിനെ ചൂണ്ടിക്കാണിച്ചു തന്നു. എന്നാൽ ആ ഇരുട്ടിൽ എനിക്കൊന്നും കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹം ആശ്ചര്യത്തോടെ അങ്ങോട്ട് നോക്കൂ എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം ഒരു ബട്ടൺ അമർത്തി. അങ്ങ് ദൂരെ ഒരു പ്രകാശം എനിക്ക് കാണുവാൻ സാധിച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇവിടുത്തെ ദ്വീപിലെ പാറകൾക്ക് മൂർച്ചയേറിയ ബ്ലേഡിന്റെ സ്വഭാവമാണുള്ളത്. അവയ്ക്ക് അവയുടെ അരികിൽ പറ്റുന്ന കപ്പലുകളെ ഞെരിച്ച് ഒളിക്കുവാനാകും. അത് പറഞ്ഞതിന് ശേഷം ഒരു വാൾനട്ട് അദ്ദേഹം തറയിലേക്ക് ഇട്ട ശേഷം അദ്ദേഹത്തിന്റെ ഉപ്പൂറ്റിക്കൊണ്ട് ചവിട്ടി പൊട്ടിച്ചു. എന്റെ ചോദ്യത്തിന് ഉത്തരമായാണ് ആ കാഴ്ച അദ്ദേഹം എനിക്ക് കാട്ടിത്തന്നത്. അതിനുശേഷം അദ്ദേഹം എന്നോട് പറഞ്ഞു, നമ്മൾക്ക് വൈദ്യമുണ്ട്, നമ്മൾ പരിഷ്കൃതരായി ജീവിക്കാൻ ശ്രമിക്കുന്നു ഇവിടെ. എനിക്ക് ആശ്ചര്യമായി തോന്നി. ഞാനപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ മനുഷ്യരെ വെടിവെക്കുകയും ചെയ്യും, എന്നിട്ട് പരിഷ്കാരി എന്ന് പറയുകയാണോ ജനറൽ? അദ്ദേഹത്തിന്റെ കണ്ണിലെ കനൽ എനിക്ക് കാണുവാൻ സാധിക്കുമായിരുന്നു. അദ്ദേഹം കോപം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. അതൊരു നിമിഷ നേരത്തേക്ക് മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ കണ്ണിലുണ്ടായിരുന്നത്. പിന്നീട് അത് മാറി. ഒരു ചെറു പുഞ്ചിരിയോടെ അദ്ദേഹം പറഞ്ഞു, എന്ത് നല്ല ചെറുപ്പക്കാരനാണ് നിങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാനത് ചെയ്യുന്നില്ല. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, ഇവിടെ അകപ്പെടുന്ന ചെറുപ്പക്കാരെ ഞാൻ എൻ്റെ താവളത്തിലേക്ക് കൊണ്ടുവരും. അവർക്ക് ആവശ്യമായ ഭക്ഷണവും വസ്ത്രവും വ്യായാമവും എല്ലാം ഞാൻ നൽകും. അവരുടെ ശരീരം നല്ല ഊഷ്മളതയോടെയും അവരുടെ പഴയ ആരോഗ്യം തിരിച്ചു കിട്ടുന്ന അവസ്ഥയിലേക്കും ഞാൻ കൊണ്ടുവരും. ദൃഢമായ ആരോഗ്യവനാക്കി മാറ്റും. നിങ്ങൾ തന്നെ നാളെ അത് സ്വയം കണ്ടോളൂ. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ പറയുന്നത്? എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ജനറൽ പറഞ്ഞു, നിങ്ങൾക്ക് നാളെ എൻ്റെ പരിശീലന സ്കൂൾ കാട്ടിത്തരാം. നമുക്ക് ഒരുമിച്ച് നാളെ അവിടേക്ക് പോകാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിപ്പോൾ ഉള്ളത് താഴത്തെ നിലവറയിലാണ്. അവിടെ ഇപ്പോൾ ഏകദേശം 12 ശിഷ്യന്മാരാണ് എനിക്കുള്ളത്. ഇവിടുത്തെ പാറയിടുക്കിൽ തട്ടിത്തകർന്ന സാൻ ലൂക്കാസ് എന്ന നൗകയിലെ ജോലിക്കാരാണവർ. തികച്ചും താന്തരം ആളുകളാണവർ. പറയുവാൻ എനിക്ക് ഖേദമുണ്ട്. അങ്ങേയറ്റം ഗതികെട്ടവർ. മണ്ണിനേക്കാളും കാടിനേക്കാളും കൂടുതൽ ഡെക്കിനോട് പരിചയിച്ചവർ. ജനറൽ കൈപൊക്കി. അപ്പോഴേക്കും കട്ടിയുള്ള ടർക്കിഷ് കോഫി എനിക്കും അദ്ദേഹത്തിനും അയാൾ ഒഴിച്ചു തന്നു. ഞാൻ പതിയെ ആ കോഫി എടുത്ത് കുടിച്ച് എൻ്റെ നാക്കിനെ കടിഞ്ഞാണിട്ടു. വീണ്ടും ജനറൽ പതിയെ തുടങ്ങി. അത് അത്യധികം രസകരമായ ഒരു കളിയാണ് മിസ്റ്റർ റെയിൻഫോർഡ്. ഞാൻ അവരിൽ ഒരാളോട് പറയും, നമുക്ക് നായാട്ടിന് പോകാമെന്ന്. അവർക്ക് ഞാൻ ആഹാരവും
ഒന്നാന്തരം വേട്ടക്കത്തിയും നൽകും. അതുമാത്രമല്ല, ഏകദേശം 3 മണിക്കൂറോളം ഞാൻ അദ്ദേഹത്തിന് തയ്യാറാകുവാനുള്ള സമയവും നൽകും. ഏറ്റവും കുറഞ്ഞ ഉൾവിസ്താരവും പരിധിയും കുറഞ്ഞ ഒരു പിസ്റ്റൽ മാത്രമാണ് ഞാൻ എടുക്കുന്നത്. കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ വേട്ടമൃഗത്തിന് പുറകെ പോകും. ഏകദേശം 3 ദിവസത്തോളം എൻ്റെ കണ്ണിൽപ്പെടാതെ അദ്ദേഹം എന്നെ പറ്റിക്കുകയാണെങ്കിൽ അയാൾ കളി ജയിച്ചു. മറിച്ച് ഞാൻ അവനെ കണ്ടെത്തുകയാണെങ്കിൽ അവന് നഷ്ടം സംഭവിക്കും. അതിനുശേഷം അദ്ദേഹം ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു. ഞാൻ അദ്ദേഹത്തോട് ഭയത്തോടെ ചോദിച്ചു, ഇനിയിപ്പോൾ അദ്ദേഹം വേട്ടയാടുവാൻ നിരസിക്കുകയാണെങ്കിൽ, ഇനിയിപ്പോൾ അവർ വേട്ടയ്ക്ക് പോകുവാൻ നിരസിക്കുകയാണെങ്കിൽ അത് അവരുടെ ഇഷ്ടമാണ്. ഞാൻ ഒരിക്കലും അവരെ നിർബന്ധിക്കാറില്ല നായാടവാൻ പോകുവാൻ വേണ്ടി. ഇനിയിപ്പോൾ അവർ നിരസിക്കുകയാണെങ്കിൽ ഞാൻ അവരെ ഐവന് നേരെ തിരിക്കും. ഐവൻ സർ ചക്രവർത്തിയുടെ ചാട്ടവാറടിക്കാരനായി ജോലി അനുഷ്ഠിച്ചിട്ടുണ്ട്. അവന് അവൻ്റെതായ രീതിയിലുള്ള നായാട്ട് വിനോദമാണുള്ളത്. ഞാൻ വീണ്ടും അദ്ദേഹത്തോട് ചോദിച്ചു, ഇനിയിപ്പോൾ അവരാണ് ജയിക്കുന്നതെങ്കിൽ? ജനറൽ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നേ വരെ അങ്ങനെ ഉണ്ടായിട്ടില്ല, ഇനി അത് ഉണ്ടാകാൻ പോകുന്നതുമില്ല. ഞാനൊരു പൊങ്ങച്ചക്കാരനായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മിസ്റ്റർ റെയിൻഫോർഡ്? ഒരിക്കൽ ഒരുവൻ എൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു പോയതാണ്. 2ാമത്തെ ദിവസം കഴിഞ്ഞ് 3ാമത്തെ ദിവസം ആയപ്പോഴേക്കും ഞാൻ എൻ്റെ നായ്ക്കളെ അവന് നേരെ പ്രയോഗിച്ചു. അവർ മണം പിടിച്ച് അവനെ എനിക്ക് കാണിച്ചു തരികയും ചെയ്തു. പിന്നീട് അവൻ അറിഞ്ഞത് എൻ്റെ റൈഫിളിൻ്റെ ചൂടാണ്. നിങ്ങൾക്ക് നായ്ക്കളുണ്ടോ ജനറൽ? വാ, കാട്ടിത്തരാം. അദ്ദേഹം എന്നെ വിളിച്ചുകൊണ്ട് ഒരു ജനാലയ്ക്ക് അരികിലേക്ക് പോയി. ആ ജനാലയിൽ കൂടി പുറത്തേക്ക് നോക്കി. വിറയ്ക്കുന്ന വട്ടത്തിൽ കറുത്ത നിഴലുകൾ ചലിക്കുന്നത് കാണുവാൻ സാധിക്കുമായിരുന്നു. ജനറലിനെ കണ്ടുകൊണ്ടായിരിക്കണം അവിടെ ഉണ്ടായിരുന്നതെല്ലാം അദ്ദേഹത്തിന് നേരെ തിരിഞ്ഞത്. അവയുടെ കണ്ണുകൾ പച്ച നിറത്തിൽ തിളങ്ങി. ഏകദേശം 1 ഡസന് മേളിൽ നായ്ക്കൾ അവിടെ കാണും. അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ജനറൽ പറഞ്ഞു, നായ്ക്കളുടെ ഒരു നല്ല ശേഖരം തന്നെ എൻ്റെ കൈവശമുണ്ട്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ റെയിൻഫോർഡ്? എല്ലാ ദിവസവും 7:30 ആവുമ്പോഴേക്കും ഞാൻ അവയെ അഴിച്ചുവിടും. എൻ്റെ വീട്ടിലേക്ക് ആരെങ്കിലും അതിക്രമിച്ച് കയറുവാൻ ശ്രമിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുവാൻ ശ്രമിക്കുകയാണെങ്കിലോ അവർക്കുണ്ടാകുവാൻ പോകുന്നത് അതിദാരുണമായ അന്ത്യമായിരിക്കും. ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് ഇതുകൂടി കൂട്ടിച്ചേർത്തു, ഞാനിപ്പോൾ നിങ്ങളെ എൻ്റെ പുതിയ തലയുടെ ശേഖരണം കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിപ്പോൾ എൻ്റെ കൂടെ ലൈബ്രറിയിലേക്ക് വരാൻ കഴിയുമോ? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇപ്പോൾ എനിക്കൊരു സുഖം തോന്നുന്നില്ല, നമുക്ക് നാളെ അത് പോയി കാണാം. എനിക്കിപ്പോൾ ആവശ്യം നല്ലൊരു നിദ്രയാണ്. ജനറൽ സറാഫ് പറഞ്ഞു, ശരിയാണ്, നിങ്ങൾ ഏറെ ദൂരം നീണ്ടുനിന്ന നീന്തലിന് ശേഷമല്ലേ ഇവിടേക്ക് എത്തിയത്. നിങ്ങളുടെ ശരീരം ആകെ തളർന്നു കാണും. നിങ്ങൾക്കൊരു നിദ്ര ആവശ്യമാണ്. നാളെ നേരം പുലരുമ്പോൾ നിങ്ങളൊരു പുതിയ മനുഷ്യനായിരിക്കും. അതിനുശേഷം നമുക്ക് വേട്ടയ്ക്ക് പോകാം. ഞാൻ തിരക്കിട്ട് എൻ്റെ മുറിയിലേക്ക് നടന്ന സമയം ജനറൽ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ഇന്ന് താങ്കൾക്ക് എൻ്റെ കൂടെ വേട്ടയ്ക്ക് വരാത്തതിന് വിഷമമുണ്ടല്ലേ? ഇന്ന് ഞാൻ വേട്ടയാടുവാൻ പോകുന്നത് അത്യാവശ്യം സാമർത്ഥ്യക്കാരനായ കറുത്ത ബലവാനായ ഒരു ഇരയാണ്. കാഴ്ചയിൽ അവന് സാമർത്ഥ്യം കൂടുതലാണ്. എന്തായാലും ഞാൻ ഇന്ന് വേട്ടയ്ക്ക് പുറപ്പെടുകയാണ്. നമുക്കിനിയും വേട്ട കഴിഞ്ഞ ശേഷം നാളെ കാണാം എന്ന് പറഞ്ഞ ശേഷം അവിടെ നിന്ന് ജനറൽ സറാഫും പോയി. ഞാൻ പതിയെ നടന്ന് മുറിയിലേക്ക് പോയി. ഞാൻ എൻ്റെ മുറിയിലെ ആ മെത്തയിൽ അങ്ങനെ കടന്നു. എൻ്റെ എല്ലാ നാഡീ നരമ്പുകളും തളർന്നിരിക്കുകയാണ്. ഒന്ന് ഉറങ്ങിയാലെന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ എൻ്റെ കണ്ണുകൾ എനിക്ക് അടയ്ക്കുവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. എൻ്റെ മുറിക്ക് പുറത്തെ ഇടനാഴിയിൽ നേർത്ത രീതിയിലുള്ള പാദപതനങ്ങൾ ഞാൻ കേട്ടിരുന്നു. ഒരു വട്ടം അത് തുറന്നു നോക്കിയാലോ എന്ന് ഞാൻ ചിന്തിച്ചു. എന്നാൽ അത് തുറക്കുവാനുള്ള മനസ്സ് എനിക്കില്ലായിരുന്നു. ഞാൻ പതിയെ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് ജനാലയ്ക്ക് അരികിലേക്ക് നടന്നു. ഞാൻ നിൽക്കുന്ന മുറി അവിടുത്തെ ഏതോ ഒരു ഗോപുരത്തിലെ ഉയർന്ന മുറിയിലായിരുന്നു. കോട്ടയിലെ ലൈറ്റുകളെല്ലാം ഇപ്പോൾ അണഞ്ഞിരുന്നു. എങ്ങും അന്ധകാരം വ്യാപിച്ചു കഴിഞ്ഞിരുന്നു, ഒപ്പം നിശബ്ദതയും. എന്നാൽ അന്ന് ആകാശത്ത് പിളറിയ ഒരു ചന്ദ്രക്കല ഉണ്ടായിരുന്നു. അതിന്റെ മങ്ങിയ വെളിച്ചത്തിൽ പതിയെ മുറ്റം കാണാൻ സാധിക്കുമായിരുന്നു. അകത്തേക്കും പുറത്തേക്കും നടന്നു നീങ്ങുന്ന കറുത്ത നിഴൽ ചിത്രങ്ങൾ കാണുവാൻ സാധിക്കുമായിരുന്നു. പതിയെ എൻ്റെ സാന്നിധ്യം മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം ആ വേട്ടപ്പട്ടികൾ അവയുടെ പച്ച കണ്ണുകൾ കൊണ്ട് എന്നെ നോക്കിയത്. അങ്ങനെ ഞാൻ എൻ്റെ കിടക്കയിലേക്ക് മടങ്ങി വന്ന് കിടന്നു. നേരം പുലരാൻ തുടങ്ങിയപ്പോൾ മാത്രമാണ് എനിക്ക് ചെറിയൊരു ഉറക്കം കിട്ടിയത്. അങ്ങനെ നല്ലൊരു ഉറക്കത്തിലേക്ക് ആഴ്ന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയമാണ് അങ്ങ് അകലെ നിന്നും ഒരു വെടിയുടെ ഒച്ച എന്നെ അസ്വസ്ഥപ്പെടുത്തി എന്നെ അവിടെ നിന്നും ഉണർത്തിയത്. ഉച്ചയാകുന്നത് വരെയും ജനറൽ സറാഫ് അവിടേക്ക് മടങ്ങി എത്തിയിരുന്നില്ല. പിന്നീട് അദ്ദേഹത്തെ കാണുന്നത് ഉച്ച കഴിഞ്ഞാണ്. അപ്പോൾ അദ്ദേഹം ധരിച്ചിരുന്നത് ഒരു ഗ്രാമമുഖ്യൻ ധരിക്കുന്നത് പോലെയുള്ള കമ്പിളി വസ്ത്രങ്ങളായിരുന്നു. വന്ന ജനറൽ എൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കൊട്ടും സുഖമില്ല എന്ന്. ജനറൽ പറഞ്ഞു, ഞാൻ തലേന്ന് രാത്രിയിൽ പറഞ്ഞ കാര്യം തന്നെയാണ് ഇന്നലെയും സംഭവിച്ചത്.
ഈ തലേന്ന് രാത്രിയിലത്തെ വേട്ടയാടലിന് ഒരു സുഖവും ഉണ്ടായിരുന്നില്ല. ഇരയ്ക്ക് അവന്റെ തല നഷ്ടപ്പെട്ടു. ആ നാവികൻ എനിക്കായി ഒരുക്കി തന്നത് നേർരേഖയിലുള്ള ഒരു പാതയായിരുന്നു. അവർക്കറിയില്ല വനത്തിൽ എങ്ങനെയാണ് പതുങ്ങിയിരിക്കേണ്ടത്, പാത്തിരിക്കേണ്ടത് എന്നൊന്നും. യുവന്മാരുടെ മസ്തിഷ്കം മന്ദഗതിയിലെ മസ്തിഷ്കമാണ്. കണ്ട വിഡ്ഢിത്തരവും മണ്ടത്തരവുമെല്ലാം അവന്മാർ കാട്ടിക്കൂട്ടും. അതെല്ലാം അവന്മാർ ഇരിക്കുന്ന സ്ഥലത്തെ വിളിച്ചോതുകയും ചെയ്യും. താങ്കൾക്ക് ഒരു ഗ്ലാസ് മദ്യം കൂടി ഒഴിക്കട്ടെ മിസ്റ്റർ റെയിൻഫോർഡ്, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഞാൻ എത്രയും വേഗം തന്നെ ഈ ദ്വീപ് ഉപേക്ഷിച്ചു പോകുവാൻ താല്പര്യപ്പെടുന്നു മിസ്റ്റർ ജനറൽ. അത് കേട്ടതും ജനറലിന്റെ പുരുകങ്ങൾ ഉയർന്നു. ജനറൽ പറഞ്ഞു, താങ്കൾ ഇപ്പോൾ സുഖപ്പെട്ടിരിക്കുന്നില്ല. താങ്കളുടെ ആരോഗ്യം ഇപ്പോഴും താങ്കൾ വീണ്ടെടുത്തിട്ടില്ല. ആരോഗ്യം വീണ്ടെടുത്തതിന് ശേഷം മാത്രം താങ്കൾക്ക് പോയാൽ പോരെ. അതുമാത്രവുമല്ല, നമ്മൾ ഇതുവരെ നായാടാൻ പോയിട്ടുമില്ല. അത് കേട്ടതും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ താങ്കളോട് ഇന്നലെ പറഞ്ഞതാണ് താങ്കളുടെ ഈ നായാട്ട് വിനോദത്തിൽ എനിക്ക് കമ്പമില്ല എന്ന്. അതുമാത്രമല്ല, ഞാൻ ഇന്ന് തന്നെ ഈ ദ്വീപ് വിടുവാൻ ആഗ്രഹിക്കുന്നു. അത് കേട്ടതും ജനറലിന്റെ കണ്ണുകൾ തിളങ്ങി. അദ്ദേഹം പറഞ്ഞു, അതെല്ലാം താങ്കളുടെ ഇഷ്ടമാണ്. എന്നാൽ ഇന്ന് രാത്രിയിൽ നമുക്ക് 2 പേർക്കും നായാട്ടിന് പോകാം. ഞാൻ ആകെ അസ്വസ്ഥനായി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ താങ്കളോട് പറഞ്ഞിരുന്നുവല്ലോ എനിക്ക് നായാട്ടിന് വരുവാൻ ഒരു താല്പര്യവുമില്ല. എനിക്ക് നായാടേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നുമില്ല. അതിന് മറുപടിയായി ജനറൽ പറഞ്ഞത് ഇതാണ്, ഞാൻ തലേന്ന് രാത്രിയെ താങ്കളോട് പറഞ്ഞതാണ്. അതെല്ലാം നായാടാൻ പോകുന്നതും നായാടാൻ വരുന്നതുമെല്ലാം താങ്കളുടെ ഇഷ്ടമാണ്. എന്റെ നായാട്ട് ആശയത്തെപ്പറ്റി താങ്കളോട് ഞാൻ തലേന്നും പറഞ്ഞതാണ്. പിന്നെ ഇരയ്ക്ക് ഞാൻ എല്ലാ സ്വാതന്ത്ര്യം കൊടുക്കുമെന്നും താങ്കളോട് പറഞ്ഞതാണ്. ഐവിനേക്കാൾ നല്ല ആശയമാണ് എൻ്റേത് എന്ന് താങ്കൾക്ക് അഭിപ്രായമൊന്നുമില്ലേ? അത് കേട്ടതും എൻ്റെ കാലിൽ നിന്നും ഒരു പെരുപ്പ് തലയിലേക്ക് കയറി വന്നു. ഞാൻ വിറയ്ക്കുന്ന കണ്ണുകളുമായി അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഉദ്ദേശിച്ചത് അതല്ലല്ലോ അല്ലേ എൻ്റെ സ്നേഹിത? ജനറൽ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വേട്ടയാടുന്നതിനെ കുറിച്ചുള്ള എൻ്റെ ആശയം ഞാൻ തലേന്നും താങ്കളോട് പങ്കുവെച്ചതാണ്. അതുമാത്രമല്ല, നായാട്ടിനെ കുറിച്ച് ഞാൻ എന്താശയമാണോ പങ്കുവെക്കുന്നത് അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്നും താങ്കളോട് തലേന്ന് രാത്രിയിലും ഞാൻ പറഞ്ഞതാണ്. എൻ്റെ ഉരുക്ക് ശരീരത്തിന് പറ്റിയ ആയുധധാരിയായ മറ്റൊരു എതിരാളിക്ക് വേണ്ടി ഞാനിത് കുടിക്കുന്നു, അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ കൈകളിലിരുന്ന ഗ്ലാസ് മുകളിലേക്ക് ഉയർത്തി. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ ആശയക്കുഴപ്പത്തോടെയും ഭയത്തോടെയും അദ്ദേഹത്തെ തന്നെ നോക്കി നിന്നു. അപ്പോൾ ജനറൽ സറാഫ് പറഞ്ഞു, ഈ കളി മുതലാകുമെന്ന് താങ്കൾക്ക് ഇന്ന് രാത്രി കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. എൻ്റെ മസ്തിഷ്കം താങ്കളുടെ മസ്തിഷ്കത്തിനെതിരെ, താങ്കളുടെ നായാട്ട് എൻ്റെ നായാട്ടിനെതിരെ, താങ്കളുടെ ശക്തിയും വീറും എൻ്റേതിനെതിരെ. ആഹ്ലാദത്തോടെ അദ്ദേഹം പൊട്ടിച്ചിരിച്ചു. ദേഷ്യം ഇരമ്പി നിന്ന ഞാൻ കർക്കശത്തോടെ തന്നെ അദ്ദേഹത്തോട് ചോദിച്ചു, ഇനിയിപ്പോൾ ഞാൻ ജയിക്കുകയാണെങ്കിൽ? അതിന് ജനറൽ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, ഇനിയും 3-ാമത്തെ ദിവസം അർദ്ധരാത്രിയിലും താങ്കളെ എനിക്ക് പിടിക്കുവാനോ കണ്ടെത്തുവാനോ സാധിച്ചില്ല എങ്കിൽ പിറ്റേന്ന് പുലർച്ചെ തന്നെ എൻ്റെ പത്തേമാരി പുറത്തുള്ള ഏതെങ്കിലും വൻ നഗരത്തിൽ താങ്കളെ എത്തിച്ചിരിക്കും. താങ്കൾക്ക് എന്നെ വിശ്വസിക്കാം, ഒരു കളിക്കാരൻ എന്ന നിലയിലും ഒരു സുഹൃത്ത് എന്ന നിലയിലും. പക്ഷേ പുറത്ത് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചൊന്നും താങ്കൾ പുറത്തു പറയില്ല എന്ന ഒരു ഉറപ്പ് നിങ്ങൾ എനിക്ക് തരണം, ജനറൽ സറാഫ് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങനെയുള്ള ഉറപ്പൊന്നും എനിക്ക് നൽകുവാൻ സാധിക്കില്ല. അതൊക്കെ ഇപ്പോൾ എന്തിനാണ് ചർച്ച ചെയ്യുന്നത്? 3 ദിവസം കഴിഞ്ഞ് നമുക്ക് ചർച്ച ചെയ്യാമല്ലോ, ജനറൽ പറഞ്ഞു. ഐവാൻ നിങ്ങൾക്ക് ധരിക്കുവാനുള്ള വേട്ടവസ്ത്രവും കത്തിയും ആഹാരവും നൽകും. നിങ്ങൾക്ക് ധരിക്കുവാൻ മൃദുവായ ചെരുപ്പ് തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഉചിതം. അവ നിസാരമായ കാലടി പാതകൾ മാത്രമായിരിക്കും അവിടെ ഉണ്ടാക്കുക. അതുപോലെ തന്നെ ദ്വീപിന്റെ തെക്ക് കിഴക്ക് ഭാഗത്തെ ചതുപ്പ് ഒഴിവാക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. ഞങ്ങളതിനെ വിളിക്കാറുള്ളത് ചാവ് ചതുപ്പെന്നാണ്. ഒരു ദിവസം ഒരു മണ്ടൻ ചങ്ങാതി അതിന് ശ്രമിച്ചതാണ്. അവിടുത്തെ ഒരു മണൽ ചുഴിയിൽപ്പെട്ട് അവൻ ആ ചുഴിയിലേക്ക് താന്നു പോകുന്നത്, ആ ചതുപ്പിലേക്ക് താന്നു പോകുന്നത് ഞാൻ കണ്ടു. ഓക്കെ മിസ്റ്റർ സാൻഫോർഡ്, ഇപ്പോൾ താങ്കൾ എനിക്ക് വിട നൽകണം. എനിക്ക് ഉച്ചഭക്ഷണം കഴിച്ച് ഒരു മയക്കം പതിവുള്ളതാണ്. താങ്കൾ താങ്കളുടെ ഒരുക്കം തുടങ്ങിക്കോളൂ. ഇനിയിപ്പോൾ താങ്കൾക്ക് ഉച്ചമയക്കത്തിനുള്ള സമയം ഉണ്ടാകില്ലല്ലോ അല്ലേ? താങ്കൾ ഭയക്കണ്ട. സന്ധ്യ വരെ ഞാൻ താങ്കളെ അനുഗമിക്കില്ല. പകൽ നായാട്ട് ചെയ്യുന്നതിനേക്കാൾ എനിക്കിഷ്ടം രാത്രിയിൽ നായാട്ട് ചെയ്യുന്നതാണ്. താങ്കൾക്കും അതല്ലേ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ഒരു വിട പറച്ചതിന് ശേഷം അദ്ദേഹം നടന്ന് അദ്ദേഹത്തിന്റെ മുറിക്കുള്ളിലേക്ക് പോയി വിശ്രമിക്കുവാൻ വേണ്ടി. ഐവൻ എനിക്കുള്ള കത്തിയും വേട്ടവസ്ത്രവും ആഹാരവും നൽകി. പിന്നെ ഒട്ടും താമസിച്ചില്ല. വേട്ടവസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് കത്തിയെടുത്ത് അരയിൽ വെച്ചുകൊണ്ട് ഞാൻ കാട്ടുവഴിയിലൂടെ നടന്നു. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ശാന്തചിത്തനാകണം. എന്താണ് ചെയ്യേണ്ടതെന്ന പദ്ധതികൾ അയാൾ നേരത്തെ തന്നെ ഒരുക്കി കാണും. അതെനിക്കറിയാം. അയാളിൽ നിന്നും അകലം പാലിക്കുക എന്നത് മാത്രമാണ് എനിക്ക് ചെയ്യുവാനുള്ളത്. അതിനുവേണ്ട പദ്ധതികളാണ് ഞാൻ ആവിഷ്കരിക്കേണ്ടത്. അയാളുമായി നേർക്കുനേരെ യുദ്ധം ചെയ്ത് ജയിക്കുവാൻ എനിക്കൊരു പക്ഷേ ആയില്ലെന്ന് വരും. അതിനാൽ അയാളിൽ നിന്നും ആകും വിധം അകലം പാലിച്ചു നിൽക്കണം.
അതിനായി വ്യക്തമായ ഒരു പദ്ധതികൾ ഞാൻ തയ്യാറാക്കി. അദ്ദേഹത്തിന് എന്നെ പിന്തുടർന്നു വരുവാൻ വേണ്ടിയുള്ള ഒരു വനപാത ഞാൻ തയ്യാറാക്കി കൊടുക്കാം. ഒരു ട്രാക്ക് ഉണ്ടാക്കാം. ഞാൻ നടന്നുകൊണ്ടിരുന്ന വനപാതയിലൂടെ പെട്ടെന്ന് വെട്ടിമാറി തലങ്ങനെയും കുറുകനെയും വളയം വെച്ചും ഞാൻ നടന്നു. ഞാൻ നടന്നു വന്ന കാട്ടുപാതയിലൂടെ പലതവണ ഞാൻ തലങ്ങനെയും കുറുകനെയും നടന്നു. ഒരു കുറുക്കനെ വേട്ടയാടുവാൻ പോകുമ്പോൾ അവൻ എങ്ങനെയാണോ വെട്ടിമാറുന്നത് അതെല്ലാം ആ പാഠവുമെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു ഞാൻ അവിടെ നടന്നത്. അങ്ങനെ ഞാൻ നടന്ന് ആ കാലടിപ്പാതകൾ ഇരട്ടിപ്പിച്ചു. മരത്തിന്റെ ചില്ലകൾ അടിയേറ്റ് മുറിവും മുഖവും കൈയുമായി ആ രാത്രിയിൽ തളർന്നു ക്ഷീണിച്ച കാലുകളുമായി ഞാൻ നിന്നതിന് രാത്രി സാക്ഷ്യം വഹിച്ചു. നടന്ന് ക്ഷീണിച്ച് തളർന്ന് എനിക്ക് ഒരു വിശ്രമം ആവശ്യമായി വന്നു. ഇത്രയും സമയം ഞാൻ കുറുക്കൻ കളിക്കുകയായിരുന്നു. ഇനിയും നാടോടി കഥയിലെ പൂച്ചയാകാം. ഞാൻ ചുറ്റുപാടും ഒന്ന് നിരീക്ഷിച്ചു. 4 ഭാഗം ക്ഷീരങ്ങൾ വളർന്നു നിൽക്കുന്ന വലിയൊരു മരം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു ചെറിയ അടയാളം പോലും അവിടെ ഉണ്ടാക്കാത്ത വിധം ഞാൻ വളരെ പ്രയാസപ്പെട്ട് ആ മരത്തിലേക്ക് വലിഞ്ഞു കയറി. അതിലെ ഒരു നീണ്ടു നിവർന്ന ശിഖരത്തിൽ ഞാൻ നീണ്ടു നിവർന്ന് കടന്ന് വിശ്രമിച്ചു. ആ വിശ്രമം എനിക്ക് പകർന്നു നൽകിയത് ഒരു സുരക്ഷാ ബോധമായിരുന്നു. ജനറൽ സറാഫിനെ പോലെയുള്ള തീക്ഷ്ണമായ നായാട്ടുകാരന് പോലും ഇവിടെ എന്നെ കണ്ടെത്താൻ പറ്റില്ല എന്ന ഒരു വിശ്വാസം എനിക്ക് കൈവന്നു. ഇരുട്ടിക്കഴിഞ്ഞാൽ ആ ദുർഘടമായ വനപാതയിലൂടെ കാലടി പാതകൾ പിന്തുടർന്ന് നടന്നു വരുവാൻ ഒരു ചെകുത്താന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇനിയിപ്പോൾ ജനറൽ ഒരു ചെകുത്താനായിരിക്കുമോ? ആ ചിന്ത എന്നെ വീണ്ടും വിഷമത്തിലേക്കാഴ്ത്തി. ആശങ്കാകുലനായ ആ രാത്രി ഒരു മുറിവേറ്റ പാമ്പിനെ പോലെ പതിയെ ഇഴഞ്ഞു മുന്നിലേക്ക് നീങ്ങി. അന്നത്തെ രാത്രി ഉറക്കം എൻ്റെ അടുത്തു പോലും വന്നില്ല. പതിയെ ഇരുട്ടിനോട് വിട പറഞ്ഞുകൊണ്ട് നേരം പുലരാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഒരു കിളി കരഞ്ഞുകൊണ്ട് പറന്നകലുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റത്. ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് ഞാൻ മരത്തിന്റെ ചില്ലയിൽ കമന്നു കടന്നുകൊണ്ട് ഇലകൾക്കിടയിലൂടെ നോക്കി. കുറ്റിക്കാടുകൾക്കിടയിൽ എന്തോ അനങ്ങുന്നത് ഞാൻ കണ്ടു. ഞാൻ അവിടേക്ക് സൂക്ഷിച്ചു നോക്കി കടന്നു. കുറ്റിക്കാടുകൾ മെല്ലെ മാറ്റിക്കൊണ്ട് എന്റെ കാലടി പാദങ്ങളെ പിന്തുടർന്നുകൊണ്ട് ആരോ നടന്നു വരികയാണ്. ആ നടന്നു വരുന്നത് വേറെ ആരും ആയിരുന്നില്ല, ജനറൽ സറാഫ് തന്നെയായിരുന്നു. അയാൾ പതിയെ നടന്നു വന്ന് ഞാൻ ഇരുന്നിരുന്ന മരത്തിന് താഴെ വന്നു നിന്നു. ഏകാചിത്തനായി കുറെ നേരം അദ്ദേഹം അവിടെ ചെലവഴിച്ചു. അതിനുശേഷം അദ്ദേഹം തറ പരിശോധിച്ചു. ഒരു പുള്ളിപ്പുലി ചാടി വീഴുന്നത് പോലെ അദ്ദേഹത്തിന്റെ പുറത്തേക്ക് കൂർത്ത കത്തിയുമായി ചാടി വീണ് കുത്തി കൊലപ്പെടുത്തുവാനായിരുന്നു എന്റെ ഉൾപ്രേരണ. എന്നാൽ അതിൽ നിന്നും എന്നെ വിടുവിച്ചത് ജനറലിന്റെ കയ്യിലിരുന്ന വലത്തെ കയ്യിലിരുന്ന ഓട്ടോമാറ്റിക് പിസ്റ്റലായിരുന്നു. മരത്തിന്റെ താഴെ നിലയുറപ്പിച്ച ജനറൽ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്നും ഒരു സിഗരറ്റ് എടുത്ത് വലിച്ചു. സിഗരറ്റിൽ നിന്നും രൂക്ഷമായ കുന്തിരിക്കിന്റെ ഗന്ധം പതിയെ അവിടെ നിന്നും എന്റെ നാസികളിലേക്ക് തുളച്ചു കയറി. ഞാൻ ശ്വാസം അടക്കി പിടിച്ച് മരത്തിന്റെ മുകളിൽ നിന്നു. പിന്നെ പതിയെ തറയിൽ നിന്നും അദ്ദേഹം മരത്തിന്റെ മുകളിലേക്ക് ഇഞ്ചിഞ്ചായി നോക്കുവാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ നോട്ടം പതിയെ മുകളിലേക്ക് ഉയർന്നു വരുന്തോറും എന്റെ നെഞ്ചുടിപ്പ് കൂടുവാൻ തുടങ്ങി. എന്റെ പേശികൾ വലിഞ്ഞു മുറുകുവാൻ തുടങ്ങി. എന്നാൽ ഞാനിരുന്ന ശിഖരം എത്തുന്നതിന് മുന്നേ തന്നെ അയാൾ അദ്ദേഹത്തിന്റെ കണ്ണ് പിൻവലിച്ചു. അയാളുടെ തവിട്ട് നിറമുള്ള മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. അയാൾ ഒരു പുക കൂടി വലിച്ചെടുത്ത് പുറത്തേക്ക് ശക്തമായി ഊതിവിട്ടതിന് ശേഷം അദ്ദേഹം മരത്തിന് പുറംതിരിഞ്ഞു നിന്ന് അലസമായി നടന്നകന്നു. അയാൾ വന്ന വഴിയിലൂടെ തന്നെ തിരിച്ച് നടന്നു പോകുകയായിരുന്നു. അയാളുടെ നായാട്ട് ഷൂ കുറ്റിക്കാടുകൾക്കിടയിൽ ഉരസുന്ന ശബ്ദം നേർത്ത് ഇല്ലാതാകുന്നത് ഞാൻ ശ്രവിച്ചു. എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ചിന്തകൾ എൻ്റെ മനസ്സിനെ മരവിപ്പിക്കുകയും ചെയ്തു. ഞാൻ ചിന്തിച്ചത് ഇതാണ്: രാത്രിയിൽ കാട്ടിലെ വനപാതയിലൂടെ കാലടികൾ പിന്തുടർന്നുകൊണ്ട് അദ്ദേഹത്തിന് സഞ്ചരിക്കുവാനാകും. ഏറ്റവും ദുഷ്കരമായ പാതയിലൂടെ പോലും അദ്ദേഹത്തിന് പിന്തുടരുവാൻ സാധിക്കും. അയാൾക്ക് ഉറപ്പായും മനുഷ്യാതീതമായ കഴിവുകൾ ഉണ്ടായിരിക്കണം. അയാൾ എന്നെ കാണാതെ തിരികെ പോയത് വെറും യാദൃശ്ചികം മാത്രമായിരിക്കാം. എന്നാൽ എൻ്റെ രണ്ടാമത്തെ ചിന്ത അതിലും ഭയാനകമായിരുന്നു. ആ ചിന്ത എൻ്റെ മസ്തിഷ്കത്തെയും ശരീരത്തെയും മരവിച്ച് നിർത്തുന്നത് പോലെ തോന്നി. ജനറൽ എന്തിനാണ് പുഞ്ചിരിച്ചത്? അയാൾ എന്തിനു വേണ്ടിയാണ് തിരിഞ്ഞു നടന്നത്? ഉറപ്പായും അദ്ദേഹത്തിന് ഞാൻ ഇരിക്കുന്ന സ്ഥലം മനസ്സിലായി കാണണം. അതുകൊണ്ടായിരിക്കണം അദ്ദേഹം ചിരിച്ചത്. അല്ലെങ്കിൽ നാളത്തെ ഒരു ദിവസത്തിന് വേണ്ടി അദ്ദേഹം എന്നെ ഒഴിവാക്കി വിട്ടതായിരിക്കണം. അദ്ദേഹം ഇപ്പോൾ ഞാനുമായി കളിക്കുകയാണ്. നായാട്ടുകാരൻ്റെ കൗശലം. സത്യത്തിൽ ഇവിടെ യഥാർത്ഥ പൂച്ച അയാളായിരുന്നു. ഞാൻ വെറും എലിയാണ്. എലി. ഭീതി എന്ന വാക്കിൻ്റെ മുഴുവൻ അർത്ഥവും ആ സമയം എനിക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു. ഞാൻ എൻ്റെ മനസാന്നിധ്യം കൈവിടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ മരത്തിൽ നിന്നും പതിയെ ഊർന്ന് താഴേക്കിറങ്ങി വീണ്ടും വനത്തിലേക്ക് നടന്നു കയറി. എൻ്റെ മനസ്സിനെ ഞാൻ ഉറച്ച് വിശ്വസിപ്പിച്ചു. ഞാൻ നേരത്തെ ഒളിച്ചിരുന്ന സ്ഥലത്ത് നിന്നും ഏകദേശം 300 അടി അകലെ ഒരു ജീവനറ്റ ശരീരം മറ്റൊരു ജീവനുള്ള ചെറു മരത്തിന് മുകളിലേക്ക് ഉറപ്പില്ലാത്ത രീതിയിൽ ചാഞ്ഞു കിടന്നിരുന്നു. ഞാൻ വനത്തിലേക്ക് കൊണ്ടുവന്ന ഭക്ഷണഭാണ്ഡം ദൂരേക്ക് വലിച്ചെറിഞ്ഞ് എൻ്റെ ഉറയിലിരുന്ന കത്തി ഊരിയെടുത്ത്
ഞാൻ പതിയെ പണി തുടങ്ങി. കുറച്ച് സമയത്തിന് ശേഷം എൻ്റെ പണി പൂർത്തിയായി. അവിടെ നിന്നും വീണ്ടും ഞാൻ ദൂരേക്ക് ഓടി മാറി. അങ്ങ് ദൂരെ 100 അടി അകലത്തിൽ മറഞ്ഞു കിടക്കുന്ന ഒരു മരത്തിന് മറവിലേക്ക് ഞാൻ മറഞ്ഞിരുന്നു. എനിക്ക് അധിക സമയം അവിടെ കാത്തിരിക്കേണ്ടതായി വന്നു. എലിയോട് കളിക്കുന്നതിന് വേണ്ടി വീണ്ടും പൂച്ച അവിടേക്ക് നടന്നെടുത്തു വന്നു. നീണ്ട ചെവിയും ഉറച്ച ശരീരവുമുള്ള വേട്ടപ്പട്ടികൾ മണം പിടിക്കുന്ന പോലെ മണം പിടിച്ചുകൊണ്ട് അദ്ദേഹം ഞാൻ നടന്നു വന്ന വനപാതയിലൂടെ എന്നെ അന്വേഷിച്ച് നടന്ന് അവിടേക്ക് വന്നു. ചവിട്ടി അരയ്ക്കപ്പെട്ട പുൽനാമ്പുകൾ, നേർത്ത അടയാളങ്ങൾ, നേർത്ത പായലുകൾ, ഇവയെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടായിരുന്നു അയാൾ അവിടേക്ക് നടന്നെടുത്തുകൊണ്ടിരുന്നത്. ജനറൽ തന്റെ പതുങ്ങിയുള്ള വരവിൽ അത്രയും ജാഗ്രത പുലർത്തിയിരുന്നു. ഞാൻ കുറച്ചു മുന്നേ അവിടെ തീർത്ത സാധനത്തിൽ അയാൾ കാണും മുൻപേ കയറിയിരുന്നു. തോക്കുപോലെ പുറത്തേക്ക് ഉന്തി നിന്ന മരത്തിന്റെ ചില്ലയിൽ അയാളുടെ കാലുകൾ സ്പർശിക്കുകയും ചെയ്തു. അയാൾ അതിൽ സ്പർശിച്ചതും അയാൾക്ക് അപകടം മനസ്സിലായി. അയാൾ ഒരു ആൾക്കുരങ്ങ് ചാടുന്നത് പോലെ അവിടുന്ന് ഒഴിഞ്ഞു ചാടി മാറി. എന്നാൽ അയാൾക്കത്ര വേഗത പോരായിരുന്നു. ജീവനുള്ള മരത്തിൽ താങ്ങി വെച്ചിരുന്ന ജീവനറ്റ മരം നിലം പൊത്തി. വീഴുന്ന വീഴ്ചയിൽ ആ മരം ജനറലിന്റെ തോളിലേക്ക് വീണ് അദ്ദേഹത്തിന് പരിക്കേൽപ്പിച്ചു. ജനറലിന് ജാഗ്രത കുറവായിരുന്നെങ്കിൽ ഉറപ്പായും ആ കെണിയിൽ ജനറൽ വീഴുകയും ആ മരത്തിനടിയിൽപ്പെട്ട് ചതഞ്ഞരഞ്ഞ് ചാകുകയും ചെയ്തിരുന്നേനെ. ആ ആഘാതത്തിൽ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലഞ്ഞു. എന്നാൽ അയാളുടെ കൈവശമുണ്ടായിരുന്ന റിവോൾവർ താഴെയിട്ടില്ല. അയാൾ ഉറച്ച മനുഷ്യ ശരീരം പോലെ അവിടെ തന്നെ ഉറച്ചു നിന്നു. ഭീതിയിൽ ഞാൻ അവിടെ തന്നെ മറഞ്ഞിരുന്നു. എന്നാൽ എനിക്ക് മറ്റൊന്ന് കേൾക്കുവാൻ സാധിച്ചു, ജനറലിന്റെ കളിയാക്കിയുള്ള ചിരി. എന്നിട്ട് അയാൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, റെയിൻസ്ഫോർഡ്, താങ്കൾ എൻ്റെ ഉണ്ടെങ്കിലെന്നല്ല ഉണ്ട് എന്നെനിക്ക് നല്ല പോലെ അറിയാം. താങ്കൾക്ക് അനുമോദനങ്ങൾ. അധികം പേർക്കൊന്നും മനുഷ്യരെ കൊടുക്കുന്ന മലായിക്കണി ഉണ്ടാക്കാൻ അറിയില്ല. താങ്കൾക്കറിയാമോ, ഭാഗ്യവശാൽ ഞാനും മലാക്കയിൽ വേട്ടയാടിയിട്ടുണ്ട്. താങ്കളിപ്പോൾ എൻ്റെ വീറിനെയും വാശിയെയും വെല്ലുവിളിക്കുന്ന ഒരു ഇരയായി മാറിക്കഴിഞ്ഞു റെയിൻസ്ഫോർഡ്. ഞാനിപ്പോൾ തിരികെ എൻ്റെ വീട്ടിലേക്ക് പോകുകയാണ്, ഈ മുറിവ് വെച്ച് കെട്ടുവാൻ വേണ്ടി. ഇത് നിസ്സാരമായൊരു മുറിവാണ്. ഞാൻ മടങ്ങി വരിക തന്നെ ചെയ്യും. ജനറൽ അവിടെ നിന്ന് പോയി കഴിഞ്ഞ് വീണ്ടും ഞാൻ എൻ്റെ ഓട്ടം തുടർന്നു. ഇത്തവണ തികഞ്ഞ നിരാശയിലും എങ്ങോട്ട് പോകണമെന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ടവനെയും പോലെയുമായിരുന്നു എൻ്റെ ഓട്ടം. അത് ശരിക്കും ഒരു പറക്കൽ തന്നെയായിരുന്നു. ദിശബോധം നഷ്ടപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ പ്രതീക്ഷ പൂർണ്ണമായും അസ്തമിച്ച ഒരുവന്റെ പാച്ചിൽ. ഇപ്പോൾ സമയം വൈകുന്നേരം കഴിഞ്ഞിരുന്നു. രാത്രി എത്തി നോക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. രാത്രി അവിടേക്ക് കടന്നു വന്നപ്പോഴും വിശ്രമമില്ലാതെ ഞാൻ ഓടുകയായിരുന്നു. ഞാൻ ഓടുന്ന പാത ദൃഢമായി വന്നു. പുല്ലുകൾക്ക് വളർച്ച കൂടിയതുപോലെ എനിക്ക് തോന്നി. അവിടുത്തെ ക്ഷുദ്രജീവികൾ എൻ്റെ ശരീരത്തിൽ ആക്രമണം നടത്തി. അവിടുത്തെ സസ്യജാലങ്ങൾ കൂടുതൽ ഉയരത്തിലും ഇടതുറന്നു നിൽക്കുന്നതായി എനിക്ക് തോന്നി. ഞാൻ വീണ്ടും മുന്നിലേക്ക് ഓട്ടം തുടങ്ങി. വളരെ വേഗം ഒരു ചെളിക്കകത്തേക്ക് എൻ്റെ കാല് ഊന്ത് താണു. ഞാൻ വളരെ പ്രയാസപ്പെട്ട് എൻ്റെ കാല് അവിടെ നിന്നും വലിച്ചൂരി ഞാനൊരു വശത്തേക്ക് മാറി നിന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ എവിടെയാണ് എത്തിയിരിക്കുന്നതെന്ന്. അതെ, മരണച്ചുഴിയും മണൽ ചുഴിയുമുള്ള സ്ഥലത്താണ്, ചതുപ്പ് നിറഞ്ഞ പ്രദേശത്ത്. അങ്ങനെ അവിടെ എന്ത് ചെയ്യണമെന്ന് നിന്നപ്പോഴാണ് ഒരാശയം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. ഞാൻ ചെളിക്കാത്ത താഴ്ന്ന കുഴിയിൽ നിന്നും ഏകദേശം 12 അടി മുന്നിലേക്ക് നടന്ന് അവിടെ ഒരു വലിയൊരു കുഴി കുഴിക്കുവാൻ തുടങ്ങി. ഞാൻ ഇതിനു മുന്നേയും ഒരു കുഴി കുഴിച്ചിട്ടുണ്ട്. ഫ്രാൻസിൽ വെച്ച് ഇതുപോലൊരു കുഴി ഞാൻ കുഴിച്ചിട്ടുണ്ട്. അതും ഇതുപോലൊരു സന്ദർഭത്തിലായിരുന്നില്ല എന്ന് മാത്രം. എൻ്റെ വേഗത വല്ലാതെ കൂടി വന്നു. അത് ഏകദേശം എൻ്റെ ചുമലിനോളം പൊക്കം വന്നപ്പോൾ ഞാൻ നിർത്തി. ഞാൻ പതിയെ വലിഞ്ഞു കയറി. വൃക്ഷങ്ങളിൽ നിന്നും കുറച്ച് ചുള്ളിക്കമ്പുകൾ ഒടിച്ചെടുത്തു കൊണ്ടുവന്നു. അതിനുശേഷം ആ ചില്ലകൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കത്തി വെച്ച് കൂർപ്പിച്ച് ആ കുഴിയുടെ അടിവശത്തേക്ക് കുത്തി നിർത്തി. അത് കഴിഞ്ഞ് കളകളും ചില്ലകളും എല്ലാം പറിച്ചെടുത്തുകൊണ്ട് ആ കുഴിയുടെ ഭാഗം ഞാൻ മൂടി. പിന്നെ എവിടെ പതുങ്ങിയിരിക്കണമെന്ന ചിന്തയായിരുന്നു എൻ്റെ മനസ്സിലേക്ക് വന്നത്. ഞാൻ ചുറ്റുപാടും നോക്കി. ആ നോട്ടം എന്നെ എത്തിച്ചത് ഇടിയേറ്റ് കരിഞ്ഞുണങ്ങിപ്പോയ ഒരു മരത്തിന്റെ കുറ്റിയുടെ സമീപത്തേക്കായിരുന്നു. ഞാൻ അവിടേക്ക് പാഞ്ഞു. ആ കുറ്റിക്ക് പിന്നിൽ ഞാൻ പതുങ്ങിയിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ വരവ് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. കാൽപതന ശബ്ദം ദൂരെ നിന്നും കേൾക്കുവാൻ സാധിച്ചു. അതുമാത്രമായിരുന്നില്ല, ആ കാറ്റ് എവിടെ നിന്നോ അദ്ദേഹത്തിന്റെ സിഗരറ്റിന്റെ ഗന്ധം എൻ്റെ നാസികളിലേക്ക് എത്തിച്ചിരുന്നു. അവിടെ കുനിഞ്ഞിരിക്കുന്ന എനിക്ക് അദ്ദേഹത്തിന്റെ വരവ് കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇത്തവണ അദ്ദേഹം വന്നുകൊണ്ടിരുന്നത് പതിവിലും വേഗത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ വരവ്, അതുപോലെ തന്നെ ഞാൻ ഒരുക്കി വെച്ചിരുന്ന ആ കുഴി ഒന്നും എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ആ ശബ്ദം ഞാൻ കേട്ടു, ഒരു നിലവിളി. ഞാൻ പെട്ടെന്ന് കുറ്റിക്ക് പിന്നിൽ നിന്നും മുന്നിലേക്ക് ചാടി വീണു. അതിനുശേഷം പിന്നിലേക്ക് തന്നെ ചാടി മാറി. ഞാൻ കണ്ട കാഴ്ച ഇതായിരുന്നു. ആ കുഴിയിൽ നിന്നും 3 അടി അകലത്തിൽ ആ മനുഷ്യരൂപം നിൽക്കുന്നു, ഒരു ഇലക്ട്രിക് ടോർച്ച് കത്തിച്ചു പിടിച്ചുകൊണ്ട്. എന്നിട്ട് അദ്ദേഹം അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഉണ്ടാക്കിയ ബർമീസ് കടുവക്കുഴി അതിഗംഭീരം തന്നെയായിരുന്നു സുഹൃത്തെ. അതെന്റെ കവർന്നെടുത്തത് എൻ്റെ ഏറ്റവും നല്ല നായകളിൽ ഒന്നിനെയാണ്. വീണ്ടും നിങ്ങൾ നേടുന്നു. എൻ്റെ മുഴുവൻ സന്നാഹങ്ങൾക്കുമെതിരെ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ നോക്കൂ.
ഇനിയും കുറച്ച് വിശ്രമിക്കുവാൻ വേണ്ടി ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുകയാണ്. നല്ലൊരു വൈകുന്നേരം നൽകിയതിന് നിങ്ങൾക്ക് നന്ദിയുണ്ട് എൻ്റെ സുഹൃത്തെ എന്ന് പറഞ്ഞതിന് ശേഷം ജനറൽ തിരികെ വീട്ടിലേക്ക് നടന്നകന്നു. അന്ന് രാത്രിയിൽ ആ മരക്കുറ്റിക്ക് സമീപം തന്നെയായിരുന്നു ഞാൻ കടന്ന് ഉറങ്ങിയത്. എന്നെ വിളിച്ചുണർത്തിയത് ഒരു ശബ്ദമായിരുന്നു. അങ്ങ് വിദൂരത്ത് നിന്നും ഞാൻ കേട്ട കാലടിയുടെ ശബ്ദം, കൂടെ വേട്ടപ്പട്ടികളുടെ കുരയ്ക്കലിന്റെ ശബ്ദവുമായിരുന്നു. എനിക്കിപ്പോൾ 2 കാര്യങ്ങൾ ചെയ്യാം. അദ്ദേഹം വരുന്നത് വരെ ഇവിടെ കാത്തിരിക്കാം, അത് ആത്മഹത്യാപരമായിരിക്കാം. എങ്കിൽ എനിക്ക് ഓടി മാറാം, അത് അനിവാര്യമായ കാര്യത്തിനെ മാറ്റിവെക്കലായിരിക്കാം. പിന്നെ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ മറ്റൊരാശയം എൻ്റെ മുന്നിലേക്ക് തെളിഞ്ഞു വന്നു. ഞാൻ പതിയെ എൻ്റെ ബെൽറ്റ് വലിച്ചു മുറുക്കി നടപ്പ് തുടർന്നു. അങ്ങ് ദൂരെയുള്ള ഒരു കുന്നിലേക്ക് ഞാൻ വലിഞ്ഞു കയറി. അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിന് മുകളിലേക്ക് ഞാൻ വീണ്ടും വലിഞ്ഞു കയറി. അവിടെ നിന്ന് ദൂരെ കാഴ്ചകൾ നോക്കിക്കണ്ടു. അങ്ങ് ദൂരെ എനിക്ക് കാണുവാൻ സാധിച്ചത് ജനറൽ സറാഫിന്റെ മെലിഞ്ഞ രൂപമായിരുന്നു. അദ്ദേഹത്തിന്റെ മുന്നിൽ വേട്ടപ്പട്ടികളെ നയിച്ചുകൊണ്ട് ആ വലിയ രൂപവും ഞാൻ കണ്ടു. അത് ഐവന്റെ രൂപമായിരുന്നു. അദ്ദേഹത്തെ മുന്നിലേക്ക് നയിക്കുന്നത് പോലെയായിരുന്നു അദ്ദേഹം നടന്നു വന്നുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ കൈവശമായിരുന്നു ആ വേട്ടപ്പട്ടികളുടെ ചെങ്ങലകളെല്ലാം ഇരുന്നത്. ഒരുപക്ഷെ അതായിരിക്കാം അദ്ദേഹത്തെ അവിടേക്ക് നയിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് മറ്റൊരാശയം കടന്നു വന്നത്. ഉഗാണ്ടയിൽ വെച്ച് ഞാൻ പഠിച്ച മറ്റൊരാശയമായിരുന്നു ഞാൻ അവിടെ പ്രവർത്തിപ്പിക്കുവാൻ തീരുമാനിച്ചത്. ഞാൻ വളരെ വേഗം ആ മരത്തിൽ നിന്നും താഴേക്കിറങ്ങി. ആ കുന്നിൽ തന്നെ വളച്ചാൽ വളയുന്ന ഒരു ഇളം മരം ഞാൻ കണ്ടെത്തി. അത് വളച്ചു. എൻ്റെ കൈവശമുണ്ടായിരുന്ന വേട്ടക്കത്തി ഞാൻ ഊരിയെടുത്ത് അതിലേക്ക് കെട്ടിവെച്ചു. കത്തിയുടെ ബ്ലേഡ് ആ പാതയിലേക്ക് ലക്ഷ്യം വെക്കുന്ന രീതിയിലായിരുന്നു ഞാൻ അത് സെറ്റ് ചെയ്തത്. ഒരു കാട്ടുമുന്തിരി വള്ളി വെച്ച് അത് കെട്ടിവെച്ച് ആ ട്രാപ്പ് സെറ്റ് ചെയ്ത് വെച്ചു. അതിനുശേഷം ഞാൻ അവിടെ നിന്നും എൻ്റെ ജീവനും കൊണ്ട് എങ്ങോട്ടെന്നില്ലാതെ ഓടിയകന്നു. എൻ്റെ മണം ഒരുപക്ഷെ അവയ്ക്ക് ലഭിച്ചു കാണണം. അവ കുരച്ചുകൊണ്ട് അവിടം ലക്ഷ്യമാക്കി ഓടി വരികയാണെന്ന് എനിക്ക് തോന്നി. ഈ സാഹചര്യത്തിൽ ഒരു വേട്ടമൃഗത്തിന് എന്താണ് തോന്നുന്നതെന്ന് എനിക്കപ്പോൾ ആ നിമിഷം മനസ്സിലായി. ഓടിക്കിതച്ച് ഞാൻ കിതപ്പ് മാറ്റുവാൻ വേണ്ടി അല്പസമയം നിൽക്കേണ്ടതായി വന്നു. അപ്പോൾ തന്നെ പിടിച്ചിട്ട് നിന്നതുപോലെ തന്നെ വേട്ടപ്പട്ടികളുടെ കുര അവസാനിച്ചു. ഒരു പക്ഷേ അവയിപ്പോൾ ഞാൻ വെച്ചിരിക്കുന്ന ആ കെണിയുടെ അരികിലേക്ക് എത്തിക്കാണണം. എന്താണ് സംഭവിച്ചിരിക്കുക എന്നറിയാൻ വേണ്ടി ആവേശപൂർവ്വം ഞാൻ അടുത്തു നിന്ന ഒരു വലിയ മരത്തിലേക്ക് വലിഞ്ഞു കയറി. ഞാൻ പിന്നിലേക്ക് നോക്കി. ആ വേട്ടപ്പട്ടികൾ പിന്തുടരുന്നത് നിർത്തിക്കഴിഞ്ഞിരുന്നു. എന്നാൽ എനിക്ക് നിരാശ മാത്രമായിരുന്നു ലഭിച്ചത്. കാരണം ആ താഴ്വരയിൽ ഇപ്പോഴും ജനറൽ സറാഫ് തൻ്റെ 2 കാലുകളിൽ നിൽക്കുന്നത് എനിക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിനൊപ്പം അവിടേക്ക് നടന്നു വന്ന ഐവൻ ഉണ്ടായിരുന്നില്ല. ഞാൻ വെച്ച കെണിയിൽ ഐവൻ വീണിരുന്നു. അവൻ്റെ തലയിലേക്ക് തന്നെ ആ കത്തി തറച്ചു കയറിയിരുന്നു. പിന്നെ ഞാൻ വളരെ വേഗം ആ മരത്തിൽ നിന്നും താഴേക്ക് ചാടി. എൻ്റെ ചാട്ടത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ടായിരിക്കണം ആ വേട്ടപ്പട്ടികൾ വീണ്ടും കുരച്ചത്. ഞാൻ എൻ്റെ ധൈര്യം മുറുകെ പിടിച്ചുകൊണ്ട് ഓടി. ഞാൻ മുന്നിലേക്ക് ഓടുവാൻ തുടങ്ങി. എൻ്റെ മുന്നിൽ മരങ്ങൾക്ക് വിടവിലൂടെ ഒരു നീല വെളിച്ചം ഞാൻ കണ്ടു. അവിടം ലക്ഷ്യമാക്കി ഞാൻ കുതിച്ചോടി. ഞാൻ എത്തിച്ചേർന്നത് അഴിമുഖത്തായിരുന്നു. എനിക്ക് താഴെ 20 അടി താഴെ കടൽ കാണുവാൻ സാധിക്കുമായിരുന്നു. അലയുലികളും ശീൽക്കാര ശബ്ദവും കേൾക്കാൻ സാധിച്ചു. പിന്നെ ഒട്ടും താമസിച്ചില്ല, ഞാൻ അവിടേക്ക് കുതിച്ചു ചാടി. പട്ടികളെയും കൊണ്ട് അവിടേക്ക് എത്തിയ ജനറൽ സറാഫ് അവിടെ നിന്നു. നീല വിരിച്ചു നടക്കുന്ന ആ താഴത്തെ ആ കടലിലേക്ക് നോക്കി നിന്നു. എന്നിട്ട് തലകുലുക്കി അദ്ദേഹം നിലത്തേക്കിരുന്നു. അദ്ദേഹത്തിന്റെ ഫ്ലാസ്കിൽ നിന്നും അദ്ദേഹം ചൂട് കാപ്പി ഒഴിച്ചു കുടിച്ചു. അതിനുശേഷം തിരികെ അദ്ദേഹത്തിന്റെ മാളികയിലേക്ക് മടങ്ങി. അന്ന് രാത്രിയിൽ അദ്ദേഹത്തിന് വിഭവസമൃദ്ധമായ അത്താഴം തന്നെയായിരുന്നു ഒരുക്കി വെച്ചിരുന്നത്. അദ്ദേഹം കഴിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ടേബിളിന്റെ മുന്നിലിരുന്നു. അദ്ദേഹത്തിന്റെ മുന്നിൽ അരക്കുപ്പി ഷോവർട്ടൺ ഇരിക്കുന്നുണ്ടായിരുന്നു. അതിൽ നിന്നും ഒരു ഗ്ലാസ് അദ്ദേഹം ഒഴിച്ചു. എന്നാൽ അദ്ദേഹത്തിന് 2 വിഷമങ്ങളായിരുന്നു അലട്ടിയിരുന്നത്. ഒന്ന്, ഐവയ്ക്ക് പകരക്കാരനെ കണ്ടെത്തുക. 2, തന്റെ ഇര തന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുന്നു. ഈ 2 എണ്ണം അദ്ദേഹത്തെ വല്ലാതെ അലട്ടിയിരുന്നു. തീർച്ചയായും ആ അമേരിക്കക്കാരൻ നല്ല പോലെ കളിച്ചിരുന്നില്ല. അത്താഴം കഴിച്ചുകൊണ്ട് ജനറൽ സറാഫ് അങ്ങനെ ചിന്തിച്ചു നിന്നു. പിന്നീട് ജനറൽ സറാഫ് അവിടെ നിന്ന് നടന്നു പോയത് തന്റെ ലൈബ്രറിയിലേക്കായിരുന്നു. ലൈബ്രറിയിൽ ഇരുന്ന് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ജനറൽ സറാഫ്. പിന്നീട് അവിടെ നിന്ന് അദ്ദേഹം നടന്നു പോയത് അയാളുടെ കടക്കമുറിയിലേക്കാണ്. ജനറൽ സറാഫ് ആകെ തളർന്ന് ക്ഷീണിച്ചിരുന്നു. അദ്ദേഹം ലൈറ്റ് ഇടുന്നതിന് മുന്നേ ചന്ദ്രന്റെ നിലാവിന്റെ വെളിച്ചത്തിൽ അദ്ദേഹത്തിന്റെ ജനാലയ്ക്കരികിലേക്ക് നടന്നു. അവിടെ താഴെ കളിച്ചുകൊണ്ടിരിക്കുന്ന തന്റെ വേട്ടപ്പട്ടികളെ അദ്ദേഹം നോക്കി നിന്നു. അവിടെ നിന്നുകൊണ്ട് അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു, അടുത്ത തവണ കൂടുതൽ ഭാഗ്യം ഞാൻ നേരുന്നുവെന്ന്. പിന്നെ അയാൾ തിരികെ മടങ്ങി വന്നു. അയാളുടെ ലൈറ്റ് ഓൺ ചെയ്തു. ആ വെളിച്ചത്തിൽ തന്റെ ജനാലയുടെ കർട്ടന്റെ മറവിൽ മറഞ്ഞിരുന്ന ഒരാളുടെ രൂപം അയാൾ കാണുവാൻ ഇടയായി. റെയിൻസ്ഫോർഡ്, താങ്കളോ? അദ്ദേഹം ഉച്ചത്തിൽ നിലവിളിച്ചു. നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തിച്ചേർന്നത്? ഞാൻ പറഞ്ഞു, നീന്തിയാണ് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത്. കാട്ടിൽ കൂടി നടക്കുന്നതിനും വേഗത കൂടുതൽ നീന്തി വരുന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു.
ജനറൽ ശ്വാസം അടക്കി പിടിച്ച് പുഞ്ചിരിച്ചു. നിങ്ങളെ അഭിനന്ദിക്കുന്നു എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. എന്നിട്ട് അയാൾ പറഞ്ഞു, നിങ്ങൾ കളി ജയിച്ചിരിക്കുന്നുവെന്ന്. എനിക്ക് ചിരി വന്നില്ല. അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഇപ്പോഴും എതിർക്കപ്പെടേണ്ട മൃഗമാണെന്ന്. അതിനുശേഷം ജനറൽ പറഞ്ഞു, ശരിക്കും എങ്കിൽ എൻ്റെ വേട്ടപ്പട്ടികൾക്ക് ഇരയാകാൻ നീ ഒരുങ്ങിക്കോളൂ. ഇനിയും നമ്മളിൽ ഒരാൾ മാത്രമേ കാണുകയുള്ളൂ. ഒന്നുകിൽ നീ വേട്ടപ്പട്ടികൾക്ക് അത്താഴമാകും, അല്ലെങ്കിൽ നീ ഈ സുഖമായ മെത്തയിൽ ഉറങ്ങും. റെയിൻഫോർഡ് തൻ്റെ കയ്യിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന തോക്ക് അദ്ദേഹത്തിൻ്റെ നേരെ ചൂണ്ടി വെട്ടിയുതിർത്തു. അതിനുശേഷം ആ പതുപതുത്ത മെത്തയിൽ അദ്ദേഹം കിടന്നുറങ്ങുകയാണ് ചെയ്തത്. അത്താഴം കഴിക്കാൻ കയറുന്നതിന് മുന്നേ തന്നെ ജനറൽ സറാഫ് തൻ്റെ കൈവശം ഉണ്ടായിരുന്ന റിവോൾവർ മാറ്റിവെച്ചിരുന്നു. അദ്ദേഹം കാണാതെ തന്നെ ആ റിവോൾവർ ഞാൻ കൈക്കലാക്കിയിരുന്നു. ആ റിവോൾവർ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മുറിയിൽ ഞാൻ കാത്തിരുന്നത്, അദ്ദേഹത്തിൻ്റെ വരവിന് വേണ്ടി. അദ്ദേഹത്തിൻ്റെ സംസാരം പറഞ്ഞു തീർന്നപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ നെഞ്ചിനു നേരെ ഞാൻ റിവോൾവർ ചൂണ്ടി ഒട്ടും അമാന്തിക്കാതെ കാഞ്ചി വലിച്ചിരുന്നു. കാരണം ചിന്തിക്കുവാൻ സമയം കൊടുത്താൽ അദ്ദേഹം മറ്റെന്തെങ്കിലും വിദ്യ കാണിക്കുമെന്ന് എനിക്കുറപ്പുണ്ടായിരുന്നു. ആദ്യ വെടി തന്നെ തറച്ചു കയറിയത് അവൻ്റെ ഹൃദയത്തിലേക്കാണ്. രണ്ടാമത്തെ വെടിയും ഞാൻ ഉതിർത്തിരുന്നു. അതോടെ ജനറൽ സറാഫ് അവിടെ മരിച്ചു വീണു. അദ്ദേഹത്തിൻ്റെ രക്തത്താൽ ആ തറ നനഞ്ഞു കഴിഞ്ഞിരുന്നു. നമ്മുടെ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻ്റായും ലൈക്കായും രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു കഥയുമായി അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.